ഹലോ കൂട്ടുകാരെ, ഞങ്ങൾ ഓണത്തറ ഉണ്ടാക്കാൻ പോവുകയാണ്. മണ്ണ് കൊണ്ട് കുഴച്ച് തറയുണ്ടാക്കി അതിൽ ചാണകം കൊണ്ട് മെഴുകി അതിൽ പൂവിടും. അപ്പോൾ തറയുണ്ടാക്കാനുള്ള മണ്ണെടുക്കാൻ വന്നതാണ്. പൊന്നുണ്ണി ആദ്യമേ ഇറങ്ങി, അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മയും പൊന്നും അവിടെ എന്നെ നോക്കി നിൽക്കുക. അവിടെ കുറച്ച് ചിതൽപ്പുറ്റുണ്ട്. അപ്പോൾ ഈ ചിതൽപ്പുറ്റാണെങ്കിൽ നല്ല സോഫ്റ്റ് മണ്ണാണ്. അപ്പോൾ അത് കുറച്ചെടുത്ത് കുഴച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മണ്ണൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ കുഴച്ചിതാ തുടങ്ങുകയാണ്. പൊന്നുണ്ണിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഉത്സാഹമാണ്. അവളതിക്കടെ ഓടിപ്പാഞ്ഞൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കണേൻ്റെ അടുത്തക്കടെയൊക്കെ പാഞ്ഞ് നടക്കുക. അപ്പം അങ്ങനെ കുഴച്ച് നല്ലോണം കുഴച്ച് നമ്മൾ ഇടിച്ച് അങ്ങനെ ഈ ഒരു ലെവലിലേക്ക് എത്തി. അങ്ങനെ നല്ല മിനുസാക്കി. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ തൃക്കാക്കരയപ്പനെ കുട വയ്ക്കും. അപ്പം അതും ഇതും കൊണ്ട് തന്നെ മണ്ണ് കുഴച്ച് ഉണ്ടാക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് കുഴച്ച് നല്ല ഇതാക്കിയിട്ട് അതിൻ്റെ അത് ഒന്ന് വെള്ളം വലിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ ചാണകം കൊണ്ടൊന്ന് മെഴുകി അതിന് 4 കാലും വെച്ച് അങ്ങനെ ഇതാണ് അതിൻ്റെ ലുക്ക്. നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഇങ്ങനെയാണോ? അപ്പം അങ്ങനെ ഇനി അതിൽ ചാണകം കൊണ്ട് വെള്ളം ഒന്ന് വലിഞ്ഞു. അപ്പോൾ വലിഞ്ഞതിന് ശേഷം അപ്പോൾ ചാണകം കൊണ്ടൊന്ന് മെഴുകാണ്. ചാണകമൊക്കെ എടുത്തപ്പോൾ അതിൻ്റെ സ്മെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തേക്ക് അടുത്തേക്ക് വരുന്നില്ല കേട്ടോ. മറ്റേ ഞാൻ എൻ്റെ അടുത്തുനിന്ന് മാറാണ്ട് നിൽക്കുമായിരുന്നേ. അപ്പോൾ ചാണകം എടുത്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി അകലം പാലിച്ചു. അവൾ വരുന്നില്ല. അപ്പോൾ ഇനി ചാണകം കൊണ്ടും അതിൻ്റെ മുകളിലൂടെ ഒന്ന് കുഴച്ച് നല്ല മിനുസാക്കണം. ഇന്ന് അനിഴാണ്. അപ്പോൾ നാളെ തൃക്കേട്ടയും കഴിഞ്ഞ് മൂലത്തിന് 3 സ്ഥലത്ത് ഇടണം എന്നാണ്. മൂലം കഴിഞ്ഞ് പിന്നെ പൂരാടത്തിന് പടിക്ക് പുറത്തിടണം, അങ്ങനെയാണ് വിശ്വാസം. അപ്പം മറ്റന്നാൾ മുതൽ 3 സ്ഥലത്ത് ഇടണം. അപ്പോൾ ഈ ഇടുന്നിടത്ത് നമ്മൾ തിരുവോണത്തിൻ്റെ തലേന്ന്, അതായത് തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ പൂവിടത്തില്ല. ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ട് നമ്മൾ പൂവിട്ട് വെച്ച് പടിക്ക് പുറത്തിട്ടതിൽ നമ്മൾ തൃക്കാക്കരയപ്പനെ കൊണ്ടുവയ്ക്കുന്നതാണ്. തുമ്പപ്പൂവിട്ട് അരിമാവിൽ തുമ്പപ്പൂവിട്ട് ചുട്ടെടുത്ത് ഉള്ള അടയാണ് നമ്മൾ തൃക്കാക്കരയപ്പന് നേദിക്കുന്നത്. അപ്പോൾ അരിമാവ് കുഴച്ച് അതിൽ നമ്മൾ 1-2 തുമ്പപ്പൂവിട്ട് ചുട്ടെടുക്കും. ചുട്ടെടുത്ത അട പടിക്ക് പുറത്തിട്ടേക്കുന്ന പൂക്കളത്തിൽ നമ്മൾ അതിനുശേഷം നമ്മൾ തൃക്കാക്കരയപ്പനെ നമ്മുടെ അകത്തേക്ക് എതിരേൽക്കുന്നതൊക്കെ ആയിട്ടുള്ള സങ്കല്പമൊക്കെ ഉണ്ട്. അതിന് നമുക്ക് വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ശുഭരാത്രി.